നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് പോകുന്നു. അവിടെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡ്രഡ്ജിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോയിന്റ് 4 ഇപ്പോൾ ഈശ്വർ മാൽപേ തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഷിരൂർ ദൗത്യം വീണ്ടും സജീവമായിരിക്കുന്നു. ഇന്ന് രാവിലെയോടെയാണ് ഡ്രഡ്ജിംഗ് ആരംഭിച്ചത്. അല്പസമയം മുൻപാണ് ഡ്രഡ്ജിംഗ് ആരംഭിച്ചത്. 8 മണിയോടെ ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അല്പം വൈകി ഡ്രഡ്ജിംഗ് ആരംഭിക്കുകയായിരുന്നു. ഈശ്വർ മാൽപേ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ആദ്യം പുഴയിൽ ഇറങ്ങാൻ പോലീസ് അനുമതി നൽകിയില്ല. അതിനുശേഷം അദ്ദേഹത്തിന് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടേണ്ടി വന്നു. അതിനുശേഷമാണ് അനുമതി കിട്ടിയത്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് ഈ ദൗത്യ സ്ഥലത്ത് നിന്ന്. അലക്സ്, പറയൂ. ഉന്മേഷ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8:50 മണ്ണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു CP4, അതായത് എവിടെയാണോ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത് അതിനോട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കത്തിലും തിരച്ചിലിനും പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. ആ CP4 അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. വാട്ടർമാർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഈശ്വർ മാൽപേ മുങ്ങി പരിശോധന നടത്തുന്നതും കാണാം. അദ്ദേഹം ഈ നദിയുടെ അടിത്തട്ടിൽ മുങ്ങി അവിടെ നിന്ന് കാണുന്നതിനനുസരിച്ചുള്ള സൂചനകൾ അദ്ദേഹം ഈ ഡ്രഡ്ജിംഗ് സംഘത്തിന് നൽകും. ആ ഡ്രഡ്ജിംഗ് സംഘം അവിടേക്ക് നീങ്ങണോ എന്നുള്ള കാര്യം അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. നിലവിൽ ആ ചായക്കടയുടെ ആ ഭാഗം കേന്ദ്രീകരിച്ച്, അതായത് ഈ CP4 എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റ് 4ന്റെ ഏതാണ്ട് 30 മീറ്റർ ചുറ്റളവിലെ പരിശോധനയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്നത്, മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് നടത്തുന്നത്. ഈശ്വർ മാൽപേയും അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ശുഭപ്രതീക്ഷ വെക്കുന്നുണ്ടെന്നാണ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് നേരത്തെ ഈ അർജുന്റെ വാഹനത്തിന്റേതെന്ന് കരുതപ്പെടുന്ന ചില വസ്തുക്കൾ ലഭിച്ചത് അവിടെ നിന്നാണ്. അത് വാഹനത്തിന്റെ കയറ്, അതുപോലെ തടിക്കഷ്ണങ്ങൾ, ഒപ്പം ലോഹഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ കേവലം അരമണിക്കൂർ പരിശോധനയിൽ പോലും ഈ വാഹനത്തിൽ നിന്നുള്ള ലോഹഭാഗം ലഭിച്ചിരുന്നു. അതിനർത്ഥം ഈ പരിസരത്ത് തന്നെ വാഹനമുണ്ട് എന്ന സൂചനയാണ് അത് നൽകുന്നത് എന്നുള്ളതാണ്. ഈ കയറടക്കമുള്ളത്, ഈ തടിക്കഷ്ണം അഴിഞ്ഞുപോയി കയറടക്കം വെള്ളത്തിലേക്ക് പതിച്ചതാകാമെന്ന് അവർ കരുതുന്നുണ്ട്. ഈശ്വർ മാൽപേ പറയുന്നത് വെള്ളം ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, അതിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 1 നോട്ട്സായി വേഗത കുറഞ്ഞിട്ടുണ്ട്. 9.5 നോട്ട്സ് വരെ വേഗത ഈ പുഴയ്ക്കുണ്ടായിരുന്നപ്പോൾ അതിനുള്ളിൽ ഇറങ്ങി പരിശോധന നടത്തിയ ആളാണ് താനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തന്നെയാണ് അകാരണമായി 2 മണിക്കൂർ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വൈകിപ്പിച്ചതെന്ന പരാതി, പരിഭവം വൈകാരികമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. അമ്മയോട് കൊടുത്തിട്ട് പോയ വാക്കാണ്. അർജുനെ സംബന്ധിച്ചൊരു സൂചന താൻ നൽകും എന്ന വാഗ്ദാനം അമ്മയ്ക്ക് നൽകിയിട്ട് പോയതാണ്. അതാണ് തന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജിംഗ് സേവനത്തിന് ഏതാണ് 95 ലക്ഷം രൂപ അവർക്ക് ചിലവഴിക്കുന്നുണ്ട്. താൻ 1 രൂപ പോലും ചെലവില്ലാതെയാണ് ഈ പരിശോധന നടത്തുന്നതെന്നാണ് മാൽപേ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കയർ കരയിൽ നിന്ന് കെട്ടി ആ കയർ അദ്ദേഹം സുരക്ഷ ഉറപ്പുവരുത്തിയാണ് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി ഈ മുങ്ങാങ്കുഴിയിട്ട് അടിത്തട്ടിലേക്ക് എത്തി ഈ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 65 അടി ആഴമുള്ള പുഴയാണ് ഈ ഗംഗാവാലി. ഈ മേഖലയിൽ ഏതാണ്ട് 65 അടി ആഴമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപേ പറയുന്നത് ഇപ്പോൾ വെള്ളം ഏറെക്കുറെയും വെള്ളം ഇവിടെ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന അത്ര വെള്ളമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അടിത്തട്ടിലേക്ക് എത്തി നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ പോലും അടിത്തട്ടിലേക്ക് ക്യാമറ ഇറക്കിയുള്ള പരിശോധന ഭരണകൂടം ആലോചിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാമറ ഇറക്കി ആ വിഷ്വൽസ് കേന്ദ്രീകരിച്ചുള്ള ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള പരിശോധന കൂടി നടത്തും. അപ്പോഴും ഈ മണ്ണും ചെളിയും, ഈ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അത് നീക്കം ചെയ്യുന്നതിനാണ് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ കടമ അതാണ്. നമുക്ക് കാണാം, ഡ്രഡ്ജർ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ കുന്നിടിഞ്ഞ നദിയിലേക്ക് പതിച്ച മൺകൂനകൾ കാണാം. അത്ര കണ്ട ആഴത്തിൽ വിശാലമായി മണ്ണ് ഈ നദിക്കുള്ളിലേക്ക് പതിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത്ര തന്നെ നീക്കം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു സൂചനയെങ്കിലും ലഭിക്കാൻ എന്നുള്ളത് അധികൃതർ അങ്ങനെ കരുതുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച സൂചന ഒരു തുമ്പായി അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 3 ദിവസത്തെ കരാറാണ് ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകിയിരുന്നതെങ്കിലും അതൊരുപക്ഷെ 10 ദിവസം വരെ നീട്ടാം എന്ന് ഉത്തര കന്നഡ കളക്ടർ 24നോട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ അതും പ്രതീക്ഷ നൽകുന്നുണ്ട്. അർജുന്റെ സഹോദരി അഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവ് ഇവിടെയുണ്ട്. അർജുന്റെ ബന്ധുക്കളുണ്ട്. അതുപോലെ ലോറി ഉടമ മനാഫ് ഇവിടെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. അഞ്ജുവിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അഞ്ജു പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ പരിശോധന. പ്രത്യേകിച്ച് ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചു നടത്തുന്ന പരിശോധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കുടുംബം എന്നുള്ളതാണ് അഞ്ജു തന്നെ പറയുന്നത്. ഉന്മേഷ്, 69 ദിവസം പിന്നിടുന്നു അർജുനെ ഇവിടെ കാണാതായിട്ട്, ഈ അപകടമുണ്ടായിട്ട്. 69 ദിവസത്തിന് ശേഷമാണ്
ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധന അത് പൂർണ്ണാർത്ഥത്തിൽ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിച്ചത്. ഇന്നലെ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ചു. ഗോവയിൽ നിന്നാണ് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് കാർവാർ കഴിയണം. കാർവാർ കഴിഞ്ഞ് പിന്നെയും ഒരു പാലമുണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പാലങ്ങൾ കടന്നു വേണം ഈ ഡ്രഡ്ജർ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്. ഇന്നലെ വന്ന് ഏതാണ്ട് മീറ്ററുകൾക്കപ്പുറം ഡ്രഡ്ജർ സ്ഥാപിച്ചിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഏറെ വൈകിയാണ് ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിനും മണ്ണ് നീക്കുന്നതിനുമുള്ള അനുമതി നൽകിയത്. കേവലം 25 മിനിറ്റാണ് ഇന്നലെ മണ്ണ് നീക്കം ചെയ്തത്. അപ്പോഴാണ് ഒരു സൂചന ലഭിച്ചത്. ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷ വെക്കുന്നു അർജുന്റെ കുടുംബം എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ആ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്താലേ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, അത് ലോറിയുണ്ടോ അല്ലെങ്കിൽ അർജുന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ സാധിക്കും. അർജുനൊപ്പം രണ്ടുപേർ കൂടി, ഈ പ്രദേശവാസികളായ രണ്ടുപേർ കൂടി ഈ ഗംഗാവലി പുഴയ്ക്ക് അടിയിലുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ലോകേഷും അതുപോലെ ജഗന്നാഥും. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്. ഇതിനൊപ്പം സമാന്തരമായി തന്നെ അവർക്ക് വേണ്ടിയും തിരച്ചിൽ നടത്തുന്നുണ്ട്, അവരെയും അന്വേഷിക്കുന്നുണ്ട്. ഈ ഈശ്വർ മാൽപ്പെ പറഞ്ഞതും അവരുടെ കാര്യവും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഏറെക്കുറെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്, അല്പം നീക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നങ്കൂരമിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഡ്രഡ്ജർ അല്പം കൂടി മുമ്പോട്ട് നീക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണിന് ശേഷം അവിടെ കാര്യമായി മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലാണ് ഡ്രഡ്ജർ കുറച്ചുകൂടി മുന്നോട്ട് നീക്കുന്നത്. മുന്നോട്ട് നീക്കുമ്പോഴും നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ആ CP പോയിന്റ്, കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ പ്രദേശത്തിന് ഏതാണ്ട് 30 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഡ്രഡ്ജർ ഇപ്പോഴും നിൽക്കുന്നത്. ആദ്യത്തെ കോൺടാക്ട് പോയിന്റ് 3 അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ മൺകൂനകളുള്ള പ്രദേശത്താണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഒപ്പം അടിത്തട്ടിലെ പരിശോധന അത് പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് കോൺടാക്ട് പോയിന്റുകളും അതല്ല എങ്കിൽ മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ച ഒരു പരിശോധനയ്ക്ക് നിലവിൽ ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, അപ്പോഴും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത് ഇത് തിരച്ചിലിന്റെ അവസാനത്തെ ഘട്ടമാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഡ്രഡ്ജർ എത്തിച്ചു മണ്ണും നീക്കം ചെയ്തുള്ള പരിശോധന ഇത് തിരച്ചിലിന്റെ അവസാന ഘട്ടമാണ്. ആ അവസാന ഘട്ടത്തിൽ പ്രതീക്ഷ വെക്കുകയാണ് മലയാളികൾ, ഒന്നടങ്കം പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന്റെ കുടുംബവും ഇവിടെ എത്തി കാത്തിരിക്കുന്നുണ്ട്. ഉന്മേഷ്, എന്താണെങ്കിലും ആ തിരച്ചിൽ നടക്കുന്നു. ഈശ്വർ മാൽപ്പെ മുങ്ങാങ്കുഴിയിട്ട് ഗംഗാവലിയുടെ അടിത്തട്ടിലെത്തി ആ പരിശോധന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് ആ കാഴ്ചകൾ കാണുന്നുണ്ട്. ഒപ്പം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കവും നടക്കുന്നുണ്ട്. ഉന്മേഷ്, ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തെരച്ചിൽ പുനരാരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ നിർണായക നിമിഷങ്ങളിലേക്ക് ഇത് കടക്കുമെന്ന് കാത്തിരുന്ന് കാണുകയും നിവർത്തിയുള്ളൂ. എന്തായാലും വരും മണിക്കൂറുകളിൽ അർജുൻ്റെ തിരോധാനത്തിന് ഒരു മറുപടി ഉണ്ടാകും എന്ന രീതിയിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഈ പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബവും. അർജുൻ്റെ സഹോദരി നമ്മോട് സംസാരിക്കുമ്പോഴും ഈ ദുരൂഹത മാറുമെന്ന പ്രതീക്ഷയാണ് നമ്മോട് പ്രകടിപ്പിച്ചത്. സഹോദരിയുടെ ഭർത്താവും ഗംഗാവലി പുഴയ്ക്കരികിൽ നിൽക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്.